സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധം തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. പോറ്റിക്കൊപ്പമുള്ള പലരുടെയും ചിത്രങ്ങൾ അങ്ങനെ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ പുതിയ ഐറ്റം മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഒരു വീഡിയോയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആ വഴിക്ക് അങ്ങനെ നീങ്ങുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ദിണ്ടിഗലിൽ ഡി മണിയെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു. മണിയെ കണ്ടു, കാര്യങ്ങൾ തിരക്കി. എങ്കിലും ഈ മണി പ്രവാസി വ്യവസായി പറഞ്ഞ ആ മണിയല്ല എന്ന ചില സംശയങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഒടുവിൽ ഉറപ്പിച്ചു, ഇത് തന്നെയാണ് ഡയമണ്ട് മണി എന്ന ഒറിജിനൽ മണി. ശേഷം ഇനി തിരുവനന്തപുരത്തെ ചോദ്യം ചെയ്യലിൽ അറിയാം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമങ്ങൾ അതീവ ഗൗരവമെന്ന് ഇന്ത്യ. സമീപകാല സംഭവങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ ശക്തമായി വിമർശിച്ച് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നുവെന്നും വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച SITയുടെ അന്വേഷണം. ദിണ്ടിഗലിൽ മണി എന്നയാളെ ചോദ്യം ചെയ്തു. മണിയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ്. താൻ ഡി മണിയല്ല MS മണിയാണെന്ന വിശദീകരണം. സ്വർണ്ണക്കൊള്ളക്കേസിൽ പേര് പരാമർശിക്കപ്പെട്ട ഡി മണി ഇയാൾ തന്നെയെന്ന പ്രവാസി വ്യവസായി. മണിയോട് തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകണമെന്ന് SIT. ശബരിമല കൊള്ളയിലെ ഫോട്ടോ വിവാദം പുതിയ തലത്തിലേക്ക്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത്. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ പിണറായി വിജയനും പോറ്റിയും ഒരുമിച്ച് പങ്കെടുത്തതായി ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ഫോട്ടോ വക്രീകരിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനു പിന്നാലെ സോണിയ പോറ്റി ഫോട്ടോയെക്കുറിച്ചുള്ളത് പിണറായിയുടെ വില കുറഞ്ഞ ആരോപണമെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് 4 കോർപ്പറേഷനുകളിൽ UDF മേയർമാർ. കൊല്ലത്ത് AK ഹഫീസും, തൃശൂരിൽ നിജി ജസ്റ്റിനും, കൊച്ചിയിൽ VK മിനിമോളും, കണ്ണൂരിൽ P ഇന്ദിരയും, തിരുവനന്തപുരത്ത് BJPയുടെ മേയറായി VV രാജേഷ്, കോഴിക്കോട് LDFന്റെ O സദാശിവൻ നയിക്കും, പാലായിൽ 21-കാരി ദിയ പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷ, ഫസൽ വധക്കേസ് പ്രതി കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാ അധ്യക്ഷൻ. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ. മേയർ സ്ഥാനത്തെ ചൊല്ലി തൃശൂർ കോൺഗ്രസിൽ പോര്. പണം വാങ്ങി മേയർ പദവി വിറ്റെന്നും തന്നെ തഴഞ്ഞത് പണമില്ലാത്തതിന്റെ പേരിലെന്നും ലാലി ജെയിംസ്. ലാലിക്കെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി DCC. നടപടിയെടുത്താൽ അവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴി തന്റെ കയ്യിലുണ്ടെന്ന് ലാലി. മേയർ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രം. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴുത ആയിരങ്ങൾ. മണ്ഡലപൂജ നാളെ. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ ഇന്നും നാളെയും നിയന്ത്രണം. ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ക്രിസ്മസ് വാരത്തിൽ 332 കോടി 62 ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു എന്ന് കണക്ക്. കഴിഞ്ഞ വർഷത്തേക്കാൾ 19% വർധനവ്. ഡിസംബർ 24-ന് മാത്രം വിറ്റത് 114 കോടി 45 ലക്ഷം രൂപയുടെ മദ്യം. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 പരമ്പര ഇന്ത്യയ്ക്ക്. ഗ്രീൻഫീൽഡിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റിന്. ഷഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ആഷസിൽ ഇംഗ്ലണ്ടിനെതിരെ തിരിച്ചടിച്ച ഓസ്ട്രേലിയ. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് 110 റൺസിന് അവസാനിച്ചു. വടക്കുപടിഞ്ഞാറൻ നൈജീരിയയിലെ IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വ്യോമാക്രമണം. ശക്തവും മാരകവുമായ ആക്രമണം ആരംഭിച്ചു എന്ന് ട്രംപ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിൽ നൈജീരിയൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും ഇതിനുള്ള മറുപടിയാണ് സൈനിക നടപടിയെന്നും ട്രംപ്. സ്റ്റോറി ഓഫ് ദി ഡേ. അതിജീവനത്തിനായി പൊരുതുന്ന ജീന. ബംഗ്ലാദേശിൽ അടുത്തിടെ ഉണ്ടായ ഹിന്ദു യുവാക്കളുടെ കൊലപാതകങ്ങളിൽ ശക്തമായി പ്രതികരിക്കുകയാണ് ഇന്ത്യ. ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമങ്ങൾ അതീവ ഗൗരവതരമാണ്, ആശങ്കയുണ്ടാക്കുന്നതാണ്. കുറ്റവാളികളെ വെറുതെ വിടരുത് എന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ ശക്തമായി വിമർശിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും രംഗത്തെത്തി. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കെതിരെ രാജ്യത്ത് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും അവർ വിമർശിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗ്ലാദേശിൽ ഹൈന്ദവർക്കെതിരെ വ്യാപക അക്രമങ്ങളാണ് നടക്കുന്നത്. ഇടക്കാല സർക്കാർ വന്നതിനുശേഷം 2900-ഓളം ആക്രമണങ്ങൾ നടന്നുവെന്നാണ് പ്രാഥമിക കണക്ക്.
ഈ സാഹചര്യത്തിലാണ് ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. The unremitting hostility against minorities in Bangladesh, including Hindus, Christians and Buddhists at the hands of extremists, is a matter of grave concern. We condemn the recent gruesome killing of a Hindu youth in Mymensingh and expect that the perpetrators of the crime would be brought to justice. Over 2,900 incidents of violence against minorities, including cases of killings, arsons, land grab, have been documented by independent sources. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന യുവാക്കളുടെ കൊലപാതകത്തിൽ അപലപിക്കുന്നുവെന്നും കുറ്റകൃത്യം ചെയ്തവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഹിന്ദുക്കൾ, ക്രൈസ്തവർ, സിഖുകാർ തുടങ്ങിയ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. ദിബു ചന്ദ്രദാസിന്റെയും അമൃത് മണ്ഡലിന്റെയും കൊലപാതകങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന്റെ മുന്നിലേക്ക് വിവിധ ഹൈന്ദവ സംഘടനകൾ മാർച്ച് നടത്തിയിരുന്നു. ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സുതാര്യവും നീതിയുക്തവുമാകണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. 2026 ഫെബ്രുവരി 12-നാണ് ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രവാസി വ്യവസായി പറഞ്ഞ മണിയെ തേടി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ദിണ്ടിഗലിലെത്തി. മണിയെ കണ്ടു, ചോദ്യം ചെയ്തു. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ട ആൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞു താൻ ഡയമണ്ട് മണിയല്ല MS മണി എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ SIT ഉടനെ ഇയാളുടെ ചിത്രം പ്രവാസി വ്യവസായിക്ക് അയച്ചു. ഈ മണി തന്നെ D മണി എന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് നേരിട്ടെത്താനും നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുള്ളതായി വിദേശി വ്യവസായി മൊഴി നൽകിയ ദിണ്ടിഗൽ സ്വദേശി D മണിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. താൻ MS മണിയാണെന്ന് ഇയാൾ അറിയിച്ചെങ്കിലും പഞ്ചലോക വിഗ്രഹക്കടത്തിൽ ഉൾപ്പെട്ട D മണി ഇയാൾ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വ്യവസായിക്ക് ഫോട്ടോ അയച്ചു നൽകിയായിരുന്നു സ്ഥിരീകരണം. ഇയാളോട് തിരുവനന്തപുരം ഈഞ്ചക്കിലെ SIT ക്യാമ്പ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 30-ാം തീയതി തിരുവനന്തപുരത്തെത്താമെന്ന് മണി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പ്രവാസി വ്യവസായി കൈമാറിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് D മണിയിലേക്ക് SIT സംഘം എത്തിയത്. ഈ നമ്പർ തൻ്റെ സുഹൃത്തിൻ്റേതാണെന്ന ഇയാളുടെ വാദം ശരിയാണോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടില്ലെന്നായിരുന്നു മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு, அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க, IT கேட்டாங்க, ஒன்று அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. D மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, ஃபுல் நேம் சுப்பிரமணியம் சொன்னேன். இல்லை கூப்பிடல. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി മണിയുടെ ഡിണ്ടിഗലിലെ വീട്ടിലും സ്ഥാപനത്തിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തി. മനുഷ്യക്കടത്തിന് പുറമെ ഇറീഡിയം തട്ടിപ്പിലും മണിക്കെതിരെ തമിഴ്നാട്ടിൽ കേസുകളുണ്ടെന്ന് SIT സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മണിയെ തിരുവനന്തപുരത്തെത്തിച്ചു നടത്തുന്ന ചോദ്യം ചെയ്യലിൽ മണിയുടെ പങ്കിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കൊപ്പമൊക്കെ ചിത്രമെടുത്തു എന്ന അന്വേഷണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കാരണം വിവാദം ഇപ്പോൾ ആ വഴിക്കാണ്. എന്തായാലും ശബരിമലക്കുള്ള വിവാദം കനക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള പുതിയ ദൃശ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. 2020 ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ പിണറായി വിജയനും പോറ്റിയും ഒരുമിച്ച് പങ്കെടുത്ത ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ആദ്യം പുറത്തുവന്ന മുഖ്യമന്ത്രിയും പോറ്റിയും ഒന്നിച്ചുള്ള ചിത്രം AI ആണെന്ന വാദമുയർത്തിയായിരുന്നു പാർട്ടി വാദിച്ചത്. ഇന്ന് പുറത്തുവന്ന വീഡിയോയിൽ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വീഡിയോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ലെന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ AI ആരോപണം ശരിവെക്കുന്നതാണ്. പോറ്റിയുമായി സംസാരിക്കുന്നതിന്റെ പേരിൽ പ്രചരിച്ചത് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ എടുത്ത ചിത്രമാണ്. ഭീമ ഗ്രൂപ്പ് ശബരിമലയിലേക്ക് സ്പോൺസർ ചെയ്ത ആംബുലൻസ് ഉദ്ഘാടന പരിപാടിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ എന്നിവരുണ്ടെങ്കിലും പരിപാടിയുടെ പോസ്റ്ററിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല.
സ്പോൺസർമാരുടെ ക്ഷണപ്രകാരമായിരുന്നു പോറ്റി എത്തിയത്. ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ചിത്രം പങ്കുവച്ച KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും പോറ്റിയും ചേർന്നുള്ള ചിത്രം AI നിർമ്മിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് N. സുബ്രഹ്മണ്യൻ ഇന്നലെ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയും പോറ്റിയും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന അടിക്കുറിപ്പോടെയാണ് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഇതിലൊരു ഫോട്ടോ പിൻവലിച്ചു. ഫോട്ടോ പങ്കുവച്ചതിന് കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. സമൂഹത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ഫോട്ടോ പങ്കുവച്ചെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് പോസ്റ്റ് ഇട്ടതെന്നും AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കേസെന്നും സുബ്രഹ്മണ്യൻ ആരോപിച്ചു. ഒരു ഫോട്ടോ പിൻവലിച്ചത് കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ഇടാനാണെന്നും സുബ്രഹ്മണ്യൻ വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് ലഭിച്ചതെന്നും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ. രാജീവ് ചന്ദ്രശേഖർ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് സുബ്രഹ്മണ്യൻ ചോദിച്ചു. AKG സെന്ററിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടുതൽ ബന്ധങ്ങൾ പുറത്തുവരും. ഫേസ്ബുക്ക് പോസ്റ്റ് ഒഴിവാക്കില്ല എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഏറ്റെടുത്തതോടെ പ്രതിരോധത്തിലാവുകയാണ് പ്രതിപക്ഷം. ഈ വിവാദത്തിലൂടെ യഥാർത്ഥ പ്രശ്നം മറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് VD സതീശൻ ആരോപിച്ചു. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന പോലെയാണ് മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുടെ പേര് കൂടി വലിച്ചിടുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ. അത് LDF അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന 2 പേരാണ് ജയിലിൽ കിടക്കുന്നത്. ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം. 1 ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഈ അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ വേവലാതിയും വെപ്രാളവും, അത് പല മഹാന്മാരിലേക്കും വീണ്ടും എത്തുന്നതിൻ്റെ വെപ്രാളവും കൊണ്ട് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നു പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചെയ്യുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാണ്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നു. സോണിയാഗാന്ധി പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോറ്റിക്ക് കടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM, കേരളം ഭരിക്കുന്നത് CPM. ഇതിനകത്ത് സോണിയാഗാന്ധി എന്തിനാണ് വലിച്ചെടുക്കുന്നത്? അന്വേഷണം നടത്തി ഇതിലത്തെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരാൻ ഹൈക്കോടതി ശ്രമിക്കുമ്പോൾ ആ ഹൈക്കോടതി പോലും അസഹിഷ്ണുത കാണിക്കുകയാണ് ഗവൺമെന്റ്. കോർപ്പറേഷനുകളിൽ പുതിയ സാരഥികളായി പുതുചരിത്രം കുറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ BJP മേയറായി VV രാജേഷ് ചുമതലയേറ്റു. കോർപ്പറേഷനിലെ 47ാമത്തെ മേയറാണ് രാജേഷ്. ഡെപ്യൂട്ടി മേയറായി ആശാനാഥും ചുമതലയേറ്റു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച VV രാജേഷ് മേയറായി ചുമതലയേറ്റപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് BJP. നേമം കൗൺസിലർ MR ഗോപനാണ് VV രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. VG ഗിരികുമാർ പിന്താങ്ങി. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷ് മേയർ സ്ഥാനം കരസ്ഥമാക്കിയത്. നഗരവികസനത്തിനായി മറ്റ് കൗൺസിലർമാരോടൊപ്പം ചേർന്ന് ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം VV രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 50 BJP അംഗങ്ങളുടെയും കണ്ണമൂലയിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ വോട്ടുമാണ് VV രാജേഷിന് ലഭിച്ചത്. ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്ത G ആശാനാഥ്
50 വോട്ട് നേടി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നഗരസഭാ കവാടത്തിന് മുകളിൽ VV രാജേഷിന്റെയും G ആശാനാഥിന്റെയും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാനർ ഉയർത്തി പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തി. LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടുകൾ ലഭിച്ചു. UDFന്റെ KS ശബരിനാഥിന് 17 വോട്ടുകളാണ് ലഭിച്ചത്. ഒപ്പിട്ടതിലെ പിഴവ് മൂലം കോൺഗ്രസിന്റെ 2 വോട്ടുകൾ അസാധുവായി. ഡെപ്യൂട്ടി മേയറായി മത്സരിച്ച LDF സ്ഥാനാർത്ഥി രാഹി രവികുമാർ 28 വോട്ടും UDF സ്ഥാനാർത്ഥി മേരി പുഷ്പത്തിന് 19 വോട്ടും ലഭിച്ചു. കോർപ്പറേഷനിൽ നികുതി ഇനത്തിൽ ലഭിക്കാനുള്ള കിട്ടാക്കടം നേടിയെടുക്കാൻ പ്രഥമ പരിഗണന നൽകുമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. കോർപ്പറേഷന്റെ വരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കോർപ്പറേഷന് കിട്ടേണ്ട പണം കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കുവാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും. തുടർന്ന് ഔദ്യോഗിക വാഹനത്തിൽ BJP സംസ്ഥാന കാര്യാലയത്തിലെത്തിയ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും സ്വീകരണം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിനെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചുവെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രി VV രാജേഷിനെ വിളിച്ച് ആശംസകൾ അറിയിച്ചുവെന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ VV രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തില്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാമെന്ന് PA അറിയിച്ചു. അത് കഴിഞ്ഞ് PA വിളിച്ച് മുഖ്യമന്ത്രി കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആകട്ടെ അഭിനന്ദനങ്ങൾ എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. UDFന്റെ VK മിനിമോൾ കൊച്ചി മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു സ്വതന്ത്രന്റേതടക്കം 48 വോട്ടുകളാണ് മിനിമോൾ നേടിയത്. ദീപക് ജോയാണ് ഡെപ്യൂട്ടി മേയർ. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണത്തിലെത്തി. 21 വോട്ടുകൾ നേടി അഡ്വക്കേറ്റ് PL ബാബു ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. അംഗ കോർപ്പറേഷൻ കൗൺസിലിൽ 47 UDF അംഗങ്ങളാണുള്ളത്. ചുള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം ബാസ്റ്റിൻ ബാബുവിൻ്റേതുൾപ്പെടെ 48 വോട്ടുകളാണ് മിനിമോൾ നേടിയത്. ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുമെന്ന് മേയർ മിനിമോൾ പ്രതികരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് UDF ഒറ്റക്കെട്ടായി കൊച്ചിയുടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എല്ലാവരും ഒപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം കൊച്ചിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. അതേസമയം മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കാത്തുനിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങിയത് ശ്രദ്ധ നേടി. മേയർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിൽ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ദീപ്തി ഉള്ളത്. അതിനിടെ പുതിയ മേയർ കൗൺസിൽ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. മേയറെ അനുമോദിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. പുതിയ മേയർ ഇന്ന് പുതിയ ചട്ടമാണ് കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കിയത്. അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കടന്നു വന്ന UDF നേതാക്കന്മാരുടെ സമയത്തിന് വേണ്ടി കൗൺസിലിന്റെ ചട്ടത്തെ മാറ്റുകയാണ് ചെയ്തത്. പാലാരിവട്ടം ഡിവിഷനിൽ നിന്നാണ് മിനിമോൾ ജയിച്ചത്. ആദ്യ 2.5 വർഷം മിനിമോളും പിന്നീടുള്ള 2.5 വർഷം ഷൈനി മാത്യുവും കൊച്ചി മേയറാകും. UDFന്റെ ദീപക് ജോയാണ് ഡെപ്യൂട്ടി മേയർ. 48 വോട്ടുകൾ ദീപക്കും നേടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണത്തിലെത്തി. അഡ്വക്കേറ്റ് PL ബാബു മുനിസിപ്പാലിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 21 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. CPM സ്ഥാനാർത്ഥി 18 വോട്ടുകൾ നേടി. തീർച്ചയായിട്ടും ധാരാളം പ്രശ്നങ്ങൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി നേരിടുന്നുണ്ട്. അതിനെല്ലാം അടിയന്തരമായിട്ട് പരിഹാരം കാണാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കും. വളരെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനോട് കൂടിയായിരിക്കും ഈ ഭരണം ഞങ്ങൾ നടത്തുക. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ സഹകരണവും കൂടി ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 റൗണ്ടുകളിലായാണ് തൃപ്പൂണിത്തുറയിൽ വോട്ടെടുപ്പ് നടന്നത്. ആദ്യ റൗണ്ടിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. തുടർന്ന് 2ാം റൗണ്ടിൽ കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇടതുമുന്നണിയുടെ 2 വോട്ടുകൾ അസാധുവായി. നഗരസഭയിൽ LDFന് 20ഉം NDAക്ക് 21 സീറ്റുകളുമാണ് ലഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.
കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് KPCC മാനദണ്ഡം പാലിച്ചില്ല എന്നാണ് പറഞ്ഞതെന്ന് ദീപ്തി മേരി വർഗീസ്. താൻ പറഞ്ഞതിന് പരാതിയെന്നോ പരിഭവമെന്നോ വ്യാഖ്യാനിക്കരുതെന്നും അവർ പറഞ്ഞു. പരാതിയല്ല, പരാതിയെന്നോ പരിഭവമെന്നോ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. KPCCയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയത്തിൻ്റെ ദിവസമാണ്. കൊച്ചി നഗരസഭയിലേക്ക് UDF ഭരണത്തിലേറുന്ന ദിവസമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ O സദാശിവനും കണ്ണൂരിൽ P ഇന്ദിരയും മേയർമാരായി ചുമതലയേറ്റു. കോഴിക്കോട് മേയർ തെരഞ്ഞെടുപ്പിൽ 2 LDF വോട്ടുകൾ അസാധുവായി. തലശ്ശേരി നഗരസഭാ ചെയർമാനായി ഫസൽ വധക്കേസിലെ 8ാം പ്രതി കാരായി ചന്ദ്രശേഖരൻ ചുമതലയേറ്റു. കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ തിരഞ്ഞെടുപ്പിൽ LDFിലെ O സദാശിവന് ലഭിച്ചത് 33 വോട്ടുകൾ. 2 വോട്ടുകൾ അസാധുവായി. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും LDF ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. UDFിലെ SK അബൂബക്കറിന് 28 വോട്ടുകൾ ലഭിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ NDAയിലെ നമ്പടി നാരായണന് 13 വോട്ടുകൾ ലഭിച്ചിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ കേവല ഭൂരിപക്ഷം ആർക്കും ഇല്ലാത്തതിനാലാണ് 2ാം ഘട്ട വോട്ടെടുപ്പ് നടത്തിയത്. നഗരവികസനത്തിനായുള്ള പ്രയത്നം തുടരുമെന്ന് മേയർ O സദാശിവൻ. കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ പക്ഷപാതിത്വത്തിൻ്റെ പ്രശ്നമില്ല. അത് നഗരത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നഗരത്തിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യോജിക്കാവുന്ന മേഖലകൾ വളരെ വലുതാണ്. ആ മേഖലകളാണ് എല്ലാവരെയും യോജിപ്പിച്ച് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്. കണ്ണൂർ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട UDFിലെ അഡ്വക്കേറ്റ് T ഇന്ദിരയ്ക്ക് 36 വോട്ടും LDFിലെ VK പ്രകാശനിക്ക് 15 വോട്ടും BJPയിലെ അർച്ചന വണ്ടിച്ചാലിന് 4 വോട്ടുമാണ് ലഭിച്ചത്. 56 അംഗ കോർപ്പറേഷനിൽ 36 സീറ്റുകൾ നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, K സുധാകരൻ എന്നിവർ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂരിലെ ജനങ്ങൾ UDFന് വളരെ മികച്ച രീതിയിലുള്ള ഒരു വിജയമാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതിന് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കണ്ണൂരിൻ്റെ വികസനം ലക്ഷ്യം വെച്ച് നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കോഴിക്കോട് LDFിലെ ഡോക്ടർ S ജയശ്രീയും കണ്ണൂരിൽ UDFിലെ KP താഹിറുമാണ് ഡെപ്യൂട്ടി മേയർമാർ. അമൃത ന്യൂസ്, കോഴിക്കോട്. രാജ്യത്ത് തന്നെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നഗരസഭാ ചെയർമാനായി P വിശ്വനാഥൻ. കൽപ്പറ്റ നഗരസഭയിലെ LDF പ്രതിനിധിയായ വിശ്വനാഥൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള തനിക്ക് വലിയ ഉത്തരവാദിത്തമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വിശ്വനാഥൻ പ്രതികരിച്ചു. 2ാം തവണയും നഗരസഭയിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വനാഥനിത് ചരിത്ര നിമിഷമാണ്. രാജ്യത്തു തന്നെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ എന്ന പദവി ഇനി വിശ്വനാഥന് സ്വന്തം. ജനറൽ സീറ്റായ എടകുന്നി 28ാം ഡിവിഷനിൽ നിന്നും 196 വോട്ടുകൾക്കാണ് ഇത്തവണ വിശ്വനാഥന്റെ വിജയം. നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് വിശ്വനാഥൻ പ്രതികരിച്ചു. സൃഷ്ടിച്ചു പോയ ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അതിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിക്കും. നമുക്ക് ഈ പ്രായമായ ആളുകൾക്ക്, വയോജനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അടിസ്ഥാന വിഷയങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. ആദിവാസി ക്ഷേമസമിതി ജില്ലാ പ്രസിഡന്റ് കൂടിയായ വിശ്വനാഥൻ CPIM കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ജില്ലയിൽ LDFന് ഭരണം ലഭിച്ച ഏക നഗരസഭ കൂടിയാണ് കൽപ്പറ്റ. അമൃത ന്യൂസ്, വയനാട്. അലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ എന്ന ചൊല്ലുപോലെയാണ് മലപ്പുറം തിരുവാലിയിൽ UDFന്റെ അവസ്ഥ. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും തമ്മിലടി കാരണം UDFന് അധികാരം നഷ്ടപ്പെടുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചത്. ആകെയുള്ള 19 സീറ്റിൽ 11ലും വിജയിച്ചത് UDF മുന്നണിയാണ്. കോൺഗ്രസ് 7 സീറ്റിലും മുസ്ലിം ലീഗ് 4 സീറ്റിലും ജയിച്ചു. LDFനാകട്ടെ 8 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. നിർണായക അംഗബലമുള്ളതിനാൽ പ്രസിഡന്റ് സ്ഥാനം വീതം വെക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം. 2 വർഷം ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം
വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ അവർക്ക് വലിയൊരു സന്തോഷത്തോടു കൂടി തരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊടുക്കുകയും മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തെങ്കിലും UDF ഒറ്റക്കെട്ടായി പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അന്ന് ഇന്നും ഇപ്പോഴും ഞങ്ങളുള്ളത്. ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. UDF എന്ത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിലും നല്ലൊരു UDF ഭരണം ഉണ്ടാകണം. കോൺഗ്രസ് വഴങ്ങിയില്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ലീഗിൻ്റെ ആലോചന. അങ്ങനെ വന്നാൽ LDF അധികാരത്തിൽ തുടരും. എന്നാൽ ലീഗിൻ്റെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ദീർഘകാലത്തെ ശ്രമഫലമായി ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും തമ്മിലടി കാരണം അധികാരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് തിരുവാലി പഞ്ചായത്തിലെ UDF പ്രവർത്തകർ. അമൃത ന്യൂസ്, മലപ്പുറം. കോർപ്പറേഷനുകളിൽ സാരഥികളായി അപ്പോഴും ചിലയിടത്ത് പിണക്കവും പരിഭവവും തീർന്നിട്ടില്ല. മേയർ സ്ഥാനത്തെ ചൊല്ലി തൃശൂർ കോൺഗ്രസിൽ പോര്. പണം വാങ്ങി മേയർ പദവി വിറ്റെന്നും തന്നെ തഴഞ്ഞത് പണമില്ലാത്തതിന്റെ പേരിലെന്നും ലാലി ജെയിംസ് തുറന്നടിച്ചു. തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ ചുമതലയേറ്റു. അതൃപ്തി പരസ്യമാക്കിയ ലാലി ജെയിംസിന്റെ വോട്ടും കോൺഗ്രസിന് തന്നെ ലഭിച്ചു. 2 സ്വതന്ത്ര അംഗങ്ങളും കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തി. ഡെപ്യൂട്ടി സ്ഥാനത്തേക്ക് K പ്രസാദിനെയും തെരഞ്ഞെടുത്തു. ഗുരുതര ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലാണ് തൃശൂർ കോർപ്പറേഷന്റെ മേയർ തിരഞ്ഞെടുപ്പ് നടന്നത്. നിജി ജസ്റ്റിന്റെ മേയർ പദവി പണം കൊടുത്ത് വാങ്ങിയതെന്നാണ് കൗൺസിലർ ലാലി ജെയിംസ് ആരോപിക്കുന്നത്. തൃശൂരിൽ അട്ടിമറി നടന്നുവെന്നും തന്റെ കയ്യിൽ പണമില്ലാത്തതിനാലാണ് പദവി നഷ്ടമായതെന്നും നിജി ജസ്റ്റിന് മേയറാവാനുള്ള അർഹത ഇല്ലെന്നുമാണ് ലാലി ജെയിംസ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന 4 പേര് 5 പേരാണ് ഇതിനു വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത്. ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. ആ നിങ്ങൾ അത് നിങ്ങൾ തീരുമാനിച്ചോളെ. അതായത് ഈ 5 പേര് ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത് പലപ്പോഴായിട്ട്. ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ആരോപണങ്ങളെ മറികടന്ന് നിജി ജസ്റ്റിൻ 35 വോട്ടുകൾ നേടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് ചരിത്ര വിജയമാണെന്നും തൃശൂരിലെ വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമത്തിനും ശ്രദ്ധ ചെലുത്തുമെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. എന്നാൽ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വോട്ടിന്റെ എണ്ണം 33 നിന്ന് വർദ്ധിച്ച് 35ആയി മാറിയിരിക്കുകയാണ്. അത് തന്നെ തെളിയിക്കുന്നത് ഇവിടെയുള്ള തൃശ്ശൂർക്കാരുടെ UDFിനോടുള്ള ആ ഒരു വിശ്വാസം, പ്രതീക്ഷ, അത് തന്നെയാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായി A പ്രസാദിനെയും തിരഞ്ഞെടുത്തു. ആരോപണങ്ങളിൽ ലാലിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചു. അതേസമയം തന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് ലാലി ജെയിംസ് മറുപടി നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. എന്നാൽ ലാലി ജെയിംസിന്റെ ആരോപണം തമാശയായി കാണുന്നുവെന്നും ആരോപണം അടിസ്ഥാനരഹിതമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അത് UDFിന്റെ യോഗം ചേർന്നു. KPCCയുടെ ക്യാമ്പ് ബത്തേരിയിൽ 4-5 തീയതികളിലുണ്ട്. ഞങ്ങൾ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. UDF വലിയ വിജയം നേടുകയാണ്. പക്ഷേ തൃശ്ശൂർ നഗരസഭയിൽ പണപ്പെട്ടി കൊടുത്ത് മേയർ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നൊക്കെയാണ് ഒരു ആരോപണം UDF കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പേയ്മെന്റ് സീറ്റാണെന്നാണ് പറയുന്നത്. ആണോ? തമാശയായിട്ട് കാണാം. അവരെ പേരും ഉണ്ടായിരുന്നു, അത് നടന്നില്ല. മേയർമാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഇടപെട്ടിട്ടില്ല എന്നതാണ് തനിക്കെതിരായ ഗുരുതരമായ ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിന് KPCCക്ക് നടപടിക്രമമുണ്ടെന്നും VD പറഞ്ഞു. ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം. ഞാനവിടെ ഇലക്ഷൻ ജയിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു, എനിക്ക് ചാർജാണ്. എനിക്കെതിരെയുള്ള ആരോപണം ഞാനതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്ന്. അതിനകത്ത് ഇടപെടാൻ പാടില്ല, ആരും ഇടപെടാൻ പാടില്ല. ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല. ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണമോ ഇഷ്ടക്കേടോ വെച്ചിട്ട് ആകാൻ പാടില്ല. അവിടെ ഒരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. നഗരസഭകൾക്കും ഇനി പുതിയ നേതൃത്വം. തർക്കങ്ങൾക്കും അനുനയങ്ങൾക്കും എല്ലാം ഒടുവിൽ നഗരസഭകളിൽ പുതിയ ഭരണസമിതികൾ എത്തുകയാണ്. പാലായിൽ ബിനു പുളിക്കക്കണ്ടത്തെ സംബന്ധിച്ച ഈ അധികാര കൈമാറ്റം രാഷ്ട്രീയ പ്രതികാരമാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായ ദിയ പുളിക്കക്കണ്ടം ഇനി പാലാ നഗരസഭയെ നയിക്കും. മറ്റ് നഗരസഭകളിൽ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു നോക്കാം. കോട്ടയം നഗരസഭയുടെ 41ാമത് അധ്യക്ഷനായി UDFിലെ MP സന്തോഷ് കുമാറാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 53 അംഗ കൗൺസിലിൽ 32 പേരുടെ പിന്തുണയിലാണ് സന്തോഷ് കുമാർ ചെയർമാനായി വിജയിച്ചത്. പാലാ നഗരസഭയിൽ 21-കാരിയായ ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സണായി അധികാരമേറ്റു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന നേട്ടമാണ് ദിയ ബിനു കൈവരിച്ചത്.
DAക്ക് 14 പേരുടെ പിന്തുണ ലഭിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ ബെറ്റി ഷാജുവിനെ 12 പേർ പിന്തുണച്ചു. പാലാ നഗരസഭയിലെ 15-ാം വാർഡാണ് ദിയ ബിനു പ്രതിനിധീകരിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭാ ചെയർമാനായി UDFിലെ ടോമി കുരുവിള പുളിമാൻതുണ്ടം തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ടോമി കുരുവിളയ്ക്ക് 21-ഉം BJPയിലെ വേണുഗോപാലൻ നായർക്ക് 7-ഉം LDFിലെ ES ബിജുവിന് 6 വോട്ടുകളാണ് ലഭിച്ചത്. ഈരാറ്റുപേട്ട നഗരസഭയുടെ ചെയർമാനായി മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് VP നാസറിനെ തെരഞ്ഞെടുത്തു. 16 വോട്ടുകൾ നേടിയാണ് VP നാസർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർമാനായി UDFിലെ ജോമി ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളുമായാണ് ജോമി ജോസഫ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആലപ്പുഴ നഗരസഭയിൽ UDFിലെ മോളി ജേക്കബാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയത്. മോളി ജേക്കബിന് 24 വോട്ടുകളാണ് ലഭിച്ചത്. LDFിലെ KK ജയമയ്ക്ക് 23 വോട്ടുകളും ലഭിച്ചു. കായംകുളം നഗരസഭയിൽ UDFിലെ മുസ്ലിം ലീഗ് അംഗം ശരത് ലാൽ ബെല്ലാരി നഗരസഭാ ചെയർമാനായി അധികാരമേറ്റു. സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചവരും UDFിനൊപ്പം ചേർന്നു. പത്തനംതിട്ട നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന വോട്ടെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സിന്ധു അനിൽ വിജയിച്ചു. 30 അംഗങ്ങളുള്ള നഗരസഭയിൽ സിന്ധു അനിലിന് 17 വോട്ടുകളും LDF സ്ഥാനാർത്ഥി അമ്മിണി ടീച്ചർക്ക് 13 വോട്ടുകളുമാണ് ലഭിച്ചത്. കൊല്ലം പരവൂർ മുനിസിപ്പാലിറ്റിയിൽ LDFിന്റെ ജയലാൽ ഉണ്ണിത്താൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊട്ടാരക്കരയിൽ LDFിന്റെ അനിത ഗോപകുമാർ മുനിസിപ്പൽ ചെയർപേഴ്സണായി. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ UDFിന്റെ P സോമരാജൻ ചെയർമാനായി. പുനലൂരിൽ LDFിന്റെ MA രാജഗോപാലാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൊല്ലം കോർപ്പറേഷൻ മേയറായി UDFിലെ AK ഹഫീസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 56 ഡിവിഷനുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDF ആദ്യ റൗണ്ടിൽ 28-ഉം രണ്ടാം റൗണ്ടിൽ 27-ഉം വോട്ട് നേടിയാണ് മേയർ സ്ഥാനത്ത് എത്തിയത്. ആദ്യ റൗണ്ടിൽ SDPI UDFിന് പിന്തുണ നൽകിയപ്പോൾ രണ്ടാം റൗണ്ടിൽ SDPI വിട്ടുനിന്നു. AK ഹഫീസിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. കട്ടപ്പന നഗരസഭാ അധ്യക്ഷനായി UDFിലെ ജോയി വെട്ടിക്കുഴിയെ തിരഞ്ഞെടുത്തു. LDFിലെ VR സജിയെ 7 വോട്ടിനാണ് ജോയി വെട്ടിക്കുഴി പരാജയപ്പെടുത്തിയത്. വൈക്കം നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ അബ്ദുൾ സലാം റാവുത്തറും തെരഞ്ഞെടുക്കപ്പെട്ടു. 27-അംഗ കൗൺസിലിൽ BJPയുടെ 2 അംഗങ്ങളും 2 സ്വതന്ത്രരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamaiyyappo. തങ്കയങ്കി ചാർത്തി ശബരീശന് ദീപാരാധന നടന്നു. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനത്തെത്തിച്ച തങ്കയങ്കിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പാണ് നൽകിയത്. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡല തീർത്ഥാടനത്തിന് നാളെ സമാപനമാകും. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള തങ്കയങ്കി 1973-ൽ നടക്കിവെച്ചത്. ചൊവ്വാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചത്. ഉച്ചയോടെ പമ്പയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വൈകിട്ട് 5:20-ന് ശരംകുത്തിയിലെത്തിയ ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകി. എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A ശ്രീനിവാസ്, ഫെസ്റ്റിവൽ കൺട്രോളർ ശാന്തകുമാർ എന്നിവരടങ്ങിയ സംഘം ശരംകുത്തിയിലെത്തി തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. 18-ാം പടിക്ക് മുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങളായ K രാജു, PD സന്തോഷ് കുമാർ, ദേവസ്വം കമ്മീഷണർ B സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി. തുടർന്ന് സോപാനത്തിൽ വെച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയും സഹശാന്തിമാരും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി. 6:40-ന് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു. തുടർന്ന് ഭക്തർക്ക് തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ അവസരമൊരുക്കി. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ നാളെ രാവിലെ 10:10-നും 11:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നടക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. നാളെ രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും. തുടർന്ന് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമലയിൽ ചരിത്രത്തിലാദ്യമായി പാചക ചുമതല ഏറ്റെടുത്ത വനിതാ കരാറുകാരി. കൊല്ലം തേവലക്കര ക്വാളിറ്റി കാറ്ററിംഗ് ഉടമ സുധാ പഴയമഠമാണ് 5000-ലധികം വരുന്ന ദിവസം ജീവനക്കാരുടെ ഭക്ഷണത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്.
സന്നിധാനത്ത് വിവിധ വിഭാഗങ്ങളിലായി താൽക്കാലിക ജീവനക്കാരടക്കം 5000-ലധികം ദേവസ്വം ജീവനക്കാരുണ്ട്. ഇവർക്കെല്ലാം 3 നേരവും ഭക്ഷണം വിളമ്പുന്നത് ദേവസ്വം മെസ്സിൽ നിന്നാണ്. ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് ഉത്സവ നാളുകളിൽ 70 ദിവസത്തോളം ഭക്ഷണ വിതരണം ചെയ്യണം. ചരിത്രത്തിൽ ആദ്യമായി ഈ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വനിതാ കാറ്ററിംഗ് കരാറുകാരി. നമ്മൾ 22 വർഷമായിട്ട് 2007 മുതൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയിരുന്ന ജീവ ഫെസ്റ്റിവൽ എന്നും പറഞ്ഞ് നമ്മൾ തുടർച്ചയായിട്ട് 5 വർഷം നമ്മൾ ഫുഡ് കൊടുത്തു. പിന്നെ നമ്മൾ കേരള സർക്കാരിൻ്റെ എന്ത് പരിപാടികളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം നടത്തുന്നുണ്ട്. സർക്കാർ സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ കാറ്ററിംഗ് നടത്തിയ മുൻ പരിചയമുണ്ട് സുധ പഴയമഠത്തിന്. എന്നാലും ശബരിമലയിലെ കാറ്ററിംഗ് കരാർ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. തുടക്കത്തിൽ കരാർ ഉപേക്ഷിക്കാൻ വരെ ആലോചിച്ചിരുന്നു. അയ്യപ്പന്റെ അനുഗ്രഹവും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പിന്തുണയുമാണ് കരാറുമായി മുന്നോട്ടു പോകുന്നതെന്ന് സുധാ പഴയമഠം പറഞ്ഞു. ഒന്ന് ഉൾക്കൊണ്ടു പോകാൻ വളരെ പ്രയാസമായിരുന്നു. കരാറ് ക്യാൻസൽ ചെയ്താൽ എന്താണെന്ന് വരെ നമ്മൾ ആലോചിച്ചു. കാരണം അത്രയ്ക്കും പല ഭാഗത്തുനിന്നായിട്ടുള്ള സമ്മർദ്ദം നമുക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് ജീവനക്കാരും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന എല്ലാവരും നമ്മളെ സഹായിച്ചു. നിങ്ങൾ കരാറ് നിർത്തിയിട്ട് പോകരുത്, നല്ല രീതിയിലുള്ള ഭക്ഷണമാണ്, ഭക്ഷണത്തിന് നിങ്ങളുടെ കുഴപ്പമൊന്നുമില്ല, ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുക എന്ന് പറഞ്ഞ് പിന്നെ നമ്മളിതങ്ങ് ശരിയാക്കിയെടുത്തു. മകൻ സംഗീതും 70ഓളം ജീവനക്കാരും സുധാ പഴയമഠത്തിന് സഹായകമായി കൂടെയുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം.